എന്നാലും പക്ഷെ ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് പിന്നെ ഈ സാറ് ചെയ്ത വർക്കൊക്കെ കാണുമ്പം എന്താ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയി. മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന ആ, ഒരാൾക്ക് ആർട്ട് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. ആ, നമ്മുടെ അകത്ത് ഇപ്പോൾ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്നവരും പോലീസിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ജോലി എനിക്ക് അറിയാൻ പറ്റും. പെട്ടെന്ന് എപ്പോഴാണ് സിറ്റുവേഷൻ മാറുക, ഇപ്പം ഈ ഇരിക്കുന്ന ആൾ ചിലപ്പോൾ പെട്ടെന്നൊരു എമർജൻസിയിലോട്ടായിരിക്കും ഓടിപ്പോകുന്നുണ്ടായിരിക്കുക. അപ്പം ആ. അത്തരത്തിലൊരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യാനായിട്ട് ആർട്ട് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ഈ ആർട്ടിലൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പം ആർട്ട് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ ഒരു ലൈഫിന്റെ ഒരു ഭാഗം. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. കാരണം ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഈ ഒരു സാറിന്റെ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടി. അത് തന്നെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് ഹബ് എന്ന സ്റ്റുഡൻസ് കൂട്ടായ്മയുടെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ആ ഒരു യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം മനോജ് ഉണ്ട്. ആക്ച്വലി നമ്മുടെ കോഴ്സിലോട്ട് വന്നതിന് ശേഷം ഒരുപാട് ആക്ഷൻസ് എടുത്ത് കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന ഒരു വേർഡ് കരസ്ഥമാക്കിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് പരിചയപ്പെടാം. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് ഇപ്പോൾ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? എവിടെയാണ് താമസിക്കുന്നത്? അത്തരം കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? ഫാമിലിയിൽ ഇപ്പം രണ്ട് രണ്ട് മോനാണുള്ളത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മാസം ഒരു മോനുണ്ടായി. ടോട്ടൽ ഞങ്ങൾ 4 പേര്. പിന്നെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നതിൽ പാരാമിലിറ്ററിയിലാണ്. ഇപ്പം വിശാഖപട്ടണം. താമസം ഞാൻ മലപ്പുറം ആയിരുന്നു ആക്ച്വലി. ഇപ്പം താമസം മാറി. ഇപ്പം കോഴിക്കോടാണ്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ മാവൂരാണ് ഇപ്പം താമസിക്കുന്നത്. പിന്നെ വേറെ ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ ഈ ക്ലാസ് റിലേറ്റഡ് ആണ് എനിക്ക് പറയാനുള്ളത്. മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന ആ, ഒരാൾക്ക് ആർട്ട് പഠിക്കാനായിട്ട് ആഗ്രഹമൊന്നും? ഞാന് ആദ്യ ആർട്ട് വർക്ക് ഞാനായിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അത് അത്രയ്ക്ക് ഒന്നും ഒരു ഇതൊന്നും അല്ലായിരുന്നു. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും അങ്ങനെ കോമ്പറ്റീഷനിലെല്ലാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് എല്ലാം കിട്ടിയായിരുന്നു. അത് വലിയൊരു ഇതിലൊന്നും എത്താനൊന്നും പറ്റിയില്ല. പിന്നെ ആ സമയത്ത് ഇങ്ങനെ നല്ലൊരു ടീച്ചറെ കണ്ട് പഠിക്കണമെന്നോ അങ്ങനെ ഒരു ഇതൊന്നും ആരും പറഞ്ഞൊന്നുമില്ല. പിന്നെ ഒന്നും ചെയ്യാൻ പോയതുമില്ല. പിന്നെ ഇപ്പോഴാണ് ഇതിന്റെ ഇടയ്ക്കും അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. വല്ലപ്പോഴൊക്കെ വരയ്ക്കായിരുന്നു. ഞങ്ങൾ ഈ പോസ്റ്റ് ബോർഡറിലൊക്കെ ഡ്യൂട്ടി പോവുകയാണെങ്കിലും എന്റെ കയ്യിൽ ചെറിയൊരു ബുക്ക് ഒരു ഡ്രോയിങ് ബുക്ക് ഞാൻ കരുതും. ഒരു പെൻസിലോ അതൊക്കെ കരുതി എന്തായാലും പോകും. പിന്നെ അവിടെ സമയം കിട്ടുമ്പം ചെയ്യും ചെറിയ രീതിയിൽ. അങ്ങനെയാണ് ഞാൻ ഈ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ ഡ്രോയിങ് ക്ലാസ്സും ഇങ്ങനെയുള്ളതൊക്കെ സെർച്ച് ചെയ്യുന്ന ഇടയ്ക്കാണ് സാറിന്റെ ഈ പിന്നെ ഇത് വീഡിയോ ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ വീഡിയോ കണ്ട് അങ്ങനെയാണ് ഞാൻ ഈ സാറ് ഈ പിന്നെ അതില് കയറുന്ന പിന്നെ അതില് കോണ്ടാക്റ്റില് സാറിനെ കോണ്ടാക്ട് ചെയ്യുന്ന ആ ഒരു ഇതിലാണ്. അങ്ങനെ അതെല്ലാം കണ്ടപ്പോ എനിക്ക് തോന്നി നല്ലൊരു ഇതായിരിക്കും. അതാണ് പിന്നെ ഞാൻ അതിൽ ജോയിൻ ചെയ്യാന്നുള്ള കാരണം. ആ ഓൺലൈൻ ജോയിൻ ക്ലാസ്സും ചെയ്ത് ജോബും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? ജോബ് ഞങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ ആണ്. അപ്പം നൈറ്റ് ഡ്യൂട്ടി ഒന്നും ഉണ്ടാവില്ല. ഡെയിലി ആണെങ്കിലും ഉച്ചയ്ക്കും സമയം കിട്ടും ചില സമയത്ത്. ഉച്ചയ്ക്ക് പിന്നെ ടയേർഡ് ആയി പോകും. അതുകൊണ്ട് പിന്നെ അധികം ഒന്നും ചെയ്യാറില്ല. പിന്നെ നൈറ്റ് ഒക്കെ ആവും ചിലപ്പോൾ ചെയ്യാം. ഒരു മാക്സിമം ഒരു 9 എല്ലാവരും കിടന്നുറങ്ങിയൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സമയത്ത് ഞാൻ ഒരു 9:30 10 മണി ലൈറ്റ് ഒക്കെ ഇട്ട് ഞാൻ പതുക്കെ മാറുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതില് ഇടയ്ക്ക് കൊണ്ടുപോകാൻ ഭയങ്കര റിസ്ക് ആണ്. കാരണം നമ്മൾക്ക് ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഉം. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇതൊക്കെ വരും. ചിലപ്പോൾ നമുക്ക് അവിടെ പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ ഇവിടെ ഉണ്ട്. എന്നാലും പക്ഷെ ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് പിന്നെ ഈ സാറ് ചെയ്ത വർക്കൊക്കെ കാണുമ്പം എന്താ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയി. അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഇത് നമുക്കിങ്ങ് തോന്നും. അങ്ങനെയാണ് ഇതിൽ ജോയിൻ. കാരണം ഇതുവരെ ഒരു ടീച്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല. ടീച്ചർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ ഇല്ലാത്തൊരു ആ ഒരു പോരായ്മ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്കും ഇതുപോലൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു തോന്നലുണ്ട്. പിന്നെ സാറിന്റെ ആ വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് എന്താ പറയാ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയി കണ്ടത്. അങ്ങനെയാണ് ആ ജോയിൻ ചെയ്തതും പിന്നെ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നല്ലൊരു കോൺഫിഡൻറ് എന്ത് വർക്ക് കിട്ടിയാലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എനിക്ക് ചോദിക്കാനുള്ള ശരിക്കും. ചോദ്യം, ആ, നമ്മുടെ അകത്ത് ഇപ്പൊ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്നവരും പോലീസിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ജോലി എനിക്ക് അറിയാൻ പറ്റും. ആ, പെട്ടെന്ന് എപ്പോഴാണ് സിറ്റുവേഷൻ മാറുക, ഇപ്പൊ ഈ ഇരിക്കുന്ന ആള് ചിലപ്പോൾ പെട്ടെന്നൊരു എമർജൻസിയിലോട്ടായിരിക്കും ഓടി പോകുന്നുണ്ടായിരിക്കുക. So ആ. അത്തരത്തിലൊരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യാനായിട്ട് ആർട്ട് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അത് നമ്മള് ശരിക്കും പറയാണ് എന്താ പറയാ നമ്മൾ ഇത് ചെയ്യുന്ന നമ്മൾ പല കാര്യങ്ങളിലും ഭയങ്കര ഇതായിരിക്കും. അത് നമ്മൾ വീട്ടിൽ ഫാമിലി കൂടെ ഇല്ല.
ഉം. ഇപ്പൊ ഫാമിലി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ ഇതിലുണ്ട്, ഈ ഒരു ജോബിലുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ഈ ആർട്ടിലൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഇപ്പം എന്താ പറയാ, നമ്മൾക്കൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിലും നമ്മളല്ലാതെ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അത് ചെയ്ത് നമ്മൾ നല്ല പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാവും. അപ്പം ആർട്ട് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ഒരു ലൈഫിന്റെ ഒരു ഭാഗമായി. പിന്നെ ഇതിലൂടെ തന്നെ ഒരുപാട് എനിക്ക് ഏറ്റവും നല്ലൊരു ഇതെന്ന് പറഞ്ഞാല് ഇതിൽ ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഈ ആർട്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് പല ആളുകൾ, ഒത്തിരി ആൾക്കാർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആരും അങ്ങനെ വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇതില് കയറിയതിനു ശേഷം ഒരുപാട് ഫ്രണ്ട്സ് ഇതിൽ തന്നെ നമ്മൾ, പിന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പലരും കമന്റ്സ് ഒക്കെ ഇടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പിന്നെയും പിന്നെയും നമുക്ക് ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉണ്ടാവും. അത് തന്നെ ഏറ്റവും വലിയ കാരണം. കാരണം ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഈ ഒരു സാറിന്റെ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടി. അത് തന്നെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരുപാട് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ്, അത് തന്നെ ഞാൻ പറയുന്നത്, അത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഇതായിട്ട് തോന്നുന്നു. കാരണം ഇത്രയും കാലം ഞാൻ ഇത്രയും വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതുവരെ ചെയ്തിട്ട് എനിക്ക് നല്ല പോലെ ഒരു ആർട്ടൊന്നും ഇതുവരെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ സാറിന്റെ ക്ലാസ് ജോയിൻ ചെയ്തതിനു ശേഷമാണ് എനിക്ക് ശരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ ഞാൻ കുറെ മുമ്പ്, ഒരുപാട് വർഷം മുമ്പ് തന്നെ കാണുമായിരുന്നു. കാരണം ഒരുപാട് അഡ്വാൻറ്റേജ് ആകുമായിരുന്നു കുറച്ച്. Yes, ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് വരച്ച ചിത്രങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? ആ, ഇത് നമ്മുടെ കോഴ്സിൽ വന്നിട്ട് ആദ്യം വരച്ച ചിത്രം അല്ലേ? ഫസ്റ്റ് ചെയ്ത ഈ ഇത് ഞാൻ അതിന് മുമ്പ് ചെയ്തതാണ്. നമ്മള് ഇതിനു മുമ്പ് ഞാൻ ലഡാക്കിലായിരുന്നു. ഉം. ആ സമയത്ത് തന്നായിരുന്നു. അതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാല് ചുമ്മാ അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടി വീഡിയോസ്. സാറിന്റെ തന്നെ പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഉം. ആ അങ്ങനെയൊക്കെ ഒരുപാട് കണ്ട് ഈ ഷെയ്ഡ് എന്ന കാര്യങ്ങളൊക്കെ അതിന്ന് അന്ന് തന്നെ ഞാൻ സാറിന്റെ ഒരുപാട് വീഡിയോസ് എല്ലാം കണ്ട്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഓൾ എനേബിൾ ചെയ്തിട്ട് സാറിന്റെ വീഡിയോസ് എല്ലാം ഓരോന്നിങ്ങനെ കാണാറുണ്ടായിരുന്നു. സാറ് ഒരു ദിവസം ഒരു മുളക് വരയ്ക്കുന്നതൊക്കെ കണ്ടു. പിന്നെ ഞാൻ അതുപോലെ ഒരു മുളക് വരച്ച ഒരു വീഡിയോസ് ഞാൻ യൂട്യൂബ് ഒരു ചാനൽ ഉണ്ടാക്കി അതിലിട്ടുണ്ട്. ഇത് സാറിന്റെ ക്ലാസ്, ഇത് ഞാൻ ലഡാക്കിലായിരുന്ന സമയത്ത് ചെയ്താണ് ഈ ഒരു ബുദ്ധന്റെ. ഇത് ആക്രിലിക് പെയിന്റ് ആണ്. ഉം. ഇതെല്ലാം ഇത് ചെയ്യുന്ന സമയത്തൊന്നും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ നോക്കി അങ്ങ് ചെയ്ത്. നന്നായിട്ടുണ്ട്. ഇതൊക്കെ ഒത്തിരി മുമ്പ്. ഇത് സാറിന്റെ ക്ലാസ്സിന് ശേഷം ചെയ്താണ്. പിന്നെ ഇത് എന്താ പറയാ, ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്ത് നോക്കിയതാ. പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചെയ്ത് നോക്കിയ വർക്ക്. ഇതും ഫ്രീ ഹാൻഡാ. ഇതിന്റെ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാനില്ലാത്തതുകൊണ്ട് അത് ഭയങ്കര ഇട്ടുപോയി ആ സമയത്ത്. ഇതും ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്തു. ഇത് കുറെ മുമ്പ് ചെയ്ത ഒരു വാട്ടർ കളറാണ്. അത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 17ലോ ഉം. 16ലോ മറ്റോ ചെയ്തു. ഇത് 2012ലോ 13ലോ മറ്റോ ചെയ്ത പെൻസിൽ. അന്നൊന്നും അറിയില്ല. ഇത് ഇതെല്ലാം ക്ലാസ് തുടങ്ങിയതിനു ശേഷം ചെയ്തു. ക്ലാസ് തുടങ്ങിയതിനു ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ തോന്നുന്നുണ്ട് ഡ്രോയിങ്ങിൽ? ക്ലാസ് തുടങ്ങിയതിനു ശേഷമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ഈ ഷെയ്ഡിങ് ഒക്കെ കറക്റ്റ് എങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലായി. അതില് ശരിക്കും എന്താ പറയാ, ഈ ലൈറ്റ് ആൻഡ് ഷാഡോയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലായത് സാറിന്റെ ആ ക്ലാസ് ഇതൊക്കെ ഇപ്പം ചെയ്ത ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വർക്ക് ആയത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം ഇപ്പൊ അടുത്ത് ചെയ്ത ഇതെല്ലാം ഇപ്പൊ അടുത്ത് ചെയ്ത പിന്നെ ആ മമ്മൂട്ടിയുടെ ആ ഇത് വന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ചെയ്ത് നോക്കിയതാണ്. കുറെ കൂടി റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പൊ? ഇപ്പം സാറേ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇപ്പം കോൺഫിഡൻസ് ആയി. ഇത് ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള, ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിലുള്ളത്. ഏത് മീഡിയ ഏറ്റവും ഇഷ്ടം പടം വരയ്ക്കാനായിട്ട്? ഇപ്പൊ ഞാൻ എന്താ പറയാ, പിന്നെ പെൻസിലും കളർ പെൻസിലും. വാട്ടർ കളറിലൊന്നും സത്യം പറഞ്ഞാൽ വാട്ടർ കളറിൽ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല.
ഇതെല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ലൈറ്റ് ആൻഡ് ഷാഡോ ഒക്കെ കുറെ കൂടി മനസ്സിലായ സമയത്ത് അതിന്റെ റിസൾട്ട് ആഹാ, ഇത് കണ്ടില്ല സാറേ. ഇതൊക്കെ ലാസ്റ്റ് ചെയ്തതാണ്. ഇതൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ചെയ്തതാണ്. അത് ഒരുപാട് മുമ്പ് വരച്ചാണ് ആ കമലഹാസന്റെ. അത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. കാരണം ഇത് ഒന്നും അറിയാത്ത 2012-ലോ 2013-ലോ മറ്റാണ് ചെയ്തെന്ന് തോന്നുന്നത്. ഇതാണ് ഇപ്പം പിന്നെ ലാസ്റ്റ് ചെയ്ത, അല്ല അതിന് തൊട്ട് മുമ്പ് ചെയ്ത്. നന്നായിട്ടുണ്ട്. ഇത് ഫ്രീ ഹാൻഡ് ആയിട്ടൊന്ന് വരച്ചായിരുന്നു. ആ ഒരു ഇതാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്തത്. ഇതാരായിരുന്നു? ഇത് വൈഫിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത, ഗിഫ്റ്റ് ആയിട്ട് ചെയ്താണ്. കൊടുത്തില്ല. കൊടുക്കാൻ ഞാൻ ഇവിടെ ആയിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ അത് പിന്നെ ബർത്ത്ഡേയുടെ 2 ദിവസം എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. ഭയങ്കര തിരക്കാണ്, ഡ്യൂട്ടിയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. ചെയ്ത സമയത്ത് അത്രയും കംപ്ലീറ്റ് ആയില്ലായിരുന്നു. ബർത്ത്ഡേയുടെ ആ സമയത്ത് കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു. എന്നാലും ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുത്തു. ഒരു സർപ്രൈസ് എഡിറ്റ് ഒക്കെ ചെയ്ത് പിന്നെ ലാസ്റ്റ് ആണ് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഇനി ഫ്രെയിം ചെയ്ത് ഇനി നാട്ടിൽ പോകുമ്പോൾ കൊടുക്കണം. വർക്കൊക്കെ നന്നായിട്ടുണ്ട്. നമുക്കിനി നെക്സ്റ്റ് ഇപ്പൊ എന്ത് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന നിലവിൽ? ടൂൾസ് സാറേ പിന്നെ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട് ഇതില്. പിന്നെ ഇൻഡന്റിങ് മെത്തേഡിന് ഞാനൊരു റെയ്നോൾസിന്റെ ഒരു മഷിയില്ലാത്ത പേനയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻഡന്റിങ്ങിന് ഞാൻ ഒരു കാര്യം കൂടി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ മോണോസീറോ ഇറേസറിന്റെ ഉള്ളില് അത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒരു നാരു പോലുള്ള ഒരു ഇത് കാണാറുണ്ട്. അത് കാരണം അത്രയ്ക്കും തിന്നായിട്ടുള്ള ഒരു സാധനം. അതുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല തിന്നായിട്ടുള്ള നമുക്കിത് ചെയ്യാൻ പറ്റും. വൈറ്റ് എല്ലാം കൊടുക്കേണ്ടിടത്തൊക്കെ ഇൻഡന്റിങ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ അത് വെച്ചിട്ട് ഇൻഡന്റിങ് ചെയ്യാറുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല തിന്നായിട്ട് ഇരിക്കും. പിന്നെ ഞാനൊരു ഇത് ചെയ്യുന്നുണ്ട്, എന്താ പറയാ, ഇത്രയും ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ട് ആ ബോട്ടിലിന്റെ സൈഡിലുള്ളിലൂടെ എന്താ പറയാ, ഈ സാൻഡ് പേപ്പർ, അത്രയും നൈസ് ആയിട്ടുള്ള സാൻഡ് പേപ്പർ, 180 എനിക്ക് തോന്നുന്നത്, സാൻഡ് പേപ്പർ അതിന്റെ ഉള്ളിലേക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചു. ഡബിൾ സ്റ്റിക്ക് ഉള്ള ഒരു ടേപ്പ് ഉണ്ടല്ലോ, ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് പെൻസില് നല്ല ഇത് ഷാർപ്പൻ ചെയ്യാൻ. അതുകൊണ്ട് ആ ഗ്രാഫൈറ്റിന്റെ പൊടി അതിനുള്ളിലേക്ക് വീഴുകയും ചെയ്യും, അത് ഷാർപ്പൻ ചെയ്യുകയും ചെയ്യും. അപ്പം രണ്ടുമായി, അത് കളയുകയും ചെയ്യേണ്ട, ആ പൊടി തന്നെ എടുത്ത് നമുക്ക് ഗ്രാഫൈറ്റ് യൂസ് ചെയ്യുകയും ചെയ്യാറ്. അങ്ങനത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചാർക്കോൾ സ്റ്റിക്ക് ഉണ്ട്, പിന്നെ അത് മേടിച്ചിട്ട് അതിൽ തന്നെ ചെയ്ത് പൗഡർ ആക്കിയിട്ട് അതും യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പം ചെയ്യുന്നത്. പിന്നെ ഈ ആദ്യം ഞാന് ബ്ലെൻഡിങ് അത്രയൊന്നും ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി പിന്നെ സാറിന്റെ കുറച്ച് വീഡിയോസ്, ഞാൻ ആ കളർ പെൻസിലിന്റെ വീഡിയോസ് കണ്ടായിരുന്നു. അതില് കളർ പെൻസിലിന്റെ ആയത് മിക്സിങ് കളറും കാര്യങ്ങളും, അങ്ങനെയാണ് പിന്നെ ഞാൻ അത് വെച്ചിട്ടൊന്ന് ആ ഒരു പരീക്ഷണം നടത്തിയത്. അപ്പൊ ആ പരീക്ഷണമാണ് ഞാൻ ഇതിൽ നടത്തിയത്. ആ ഒരു ലാസ്റ്റ് ഒരു ടൊമാറ്റോ ഫ്രൂട്ട് ചെയ്തല്ലോ, അപ്പൊ അതിലത് നല്ല പോലെ ഒന്ന് അപ്ലൈ ആയി. ഓൾമോസ്റ്റ് പോലെ തന്നെ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യുന്നതിലല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ കൃത്യമായിട്ട് യൂസ് ചെയ്താൽ റിസൾട്ട് വരും. ശരി, കറക്റ്റ്. വേറെ ഡൗട്ട് ഇല്ല സാറേ, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. പിന്നെ ഒരു ചെറിയൊരു കാര്യം സാറേ, ഈ വാട്ടർ കളറിന്റെ സാറ് ഇനി കോഴ്സ് നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽ പറയാൻ പറ്റും? പെയിന്റിംഗ് കോഴ്സിലോട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ? ഇല്ലില്ല, പെയിന്റിങ്ങിലോട്ട് അഡ്മിഷൻ എടുത്തില്ല. ഇപ്പം ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പെൻസിലും പിന്നെ ഈ കളറും അല്ലേ, കളർ പെൻസിലിന്റെ അല്ലേ ഉള്ളൂ. എനിക്കൊന്ന് വാട്സപ്പിൽ ഒന്ന് ഹായ് അയച്ചേക്കണേ. നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പെയിന്റിങ്ങിന്റെ കോഴ്സിന്റെ പാക്കേജ് ഉണ്ട്. നമുക്ക് വാട്ടർ കളർ, അക്രിലിക്, ഓയിൽ പെയിന്റ്, ഫാബ്രിക് പെയിന്റ്, ഇത്രയും കോഴ്സുകൾ വരുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ ഞാൻ പഠിക്കുമായിരിക്കും. വാട്ടർ കളർ നമുക്കുണ്ടല്ലോ, നമ്മുടെ കോഴ്സിലൂടെ എളുപ്പത്തിൽ പഠിക്കും. നമ്മുടെ കോഴ്സിന്റെ പേര് ഈസി വാട്ടർ കളർ കോഴ്സ് എന്നാണ്. അതായത് ഈസി ആയിട്ട് വാട്ടർ കളർ പഠിക്കുന്നതിന്റെ സ്പെഷ്യാലിറ്റി, വാട്ടർ കളറിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വാട്ടർ കളർ വാഷസ്, സ്ട്രോക്ക് എങ്ങനെ ചെയ്യണം, പെയിന്റും വെള്ളവും തമ്മിൽ എത്ര റേഷ്യോയിൽ മിക്സ് ചെയ്യണം, ഓരോ കളേഴ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇത്തരത്തിലേക്ക് അതിൽ ആദ്യത്തെ 5 ചാപ്റ്റർ അങ്ങനത്തെ ബേസിക്സ് മാത്രമാണ്. പെയിന്റിങ് ചെയ്യണക്ക് മുമ്പ് ഈ ബേസിക്സ് പഠിക്കുക. അത് പഠിച്ചിട്ട് പെയിന്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര ഈസി. കൂടാതെ എന്താണ് വാട്ടർ കളർ എന്ന് മനസ്സിലാക്കണം, അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കണം. അത് പഠിച്ചിട്ട് പെയിന്റിലോട്ട് കിടക്കണമെങ്കിൽ ഭയങ്കര ഈസിയാണ്. ഇതേപോലെ തന്നെ അക്രലിക്കിനും ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഓയിൽ പെയിന്റിന് സെപ്പറേറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഓയിൽ പെയിന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ മണ്ണെണ്ണയും ലിൻസീഡ് ഓയിലൊക്കെ യൂസ് ചെയ്യും. അപ്പം എന്തിനാണ് അളവിലാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് അറിയണം. അപ്പം അത് കൃത്യമായി നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല.
ഞാൻ 2012-13 മറ്റോ ഞാൻ ഓയിൽ പെയിന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഈ ഓയിൽ പെയിന്റ് ലൈൻ സീഡ് ഓയിലൊക്കെ മേടിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് അത് പേപ്പറിലാണ് ചെയ്തത്. അന്ന് എനിക്ക് അറിയില്ല ഏത് മീഡിയത്തിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ചാർട്ട് പേപ്പർ, നോർമൽ ചാർട്ട് ഡ്രോയിങ് ഷീറ്റ്, ഇല്ല ചാർട്ട് പേപ്പർ പോലത്തെ ഒരു, അങ്ങനെ ഡ്രോയിങ്ങിന്റെ ചെറിയൊരു ബുക്ക്, അതും GSM എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. GSM എല്ലാം പഠിക്കുന്നത് പിന്നെയാണല്ലോ. ഇപ്പൊ ഇതില് കുറെ ഇപ്പൊ വന്നപ്പോഴാണ് പിന്നെ ഞാൻ ശരിക്കും ഇതെല്ലാം പഠിക്കുന്നത്. പിന്നെ ഓൾമോസ്റ്റ് സാറിന്റെ ക്ലാസ് എല്ലാം എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഒരുപാട് താങ്ക്സ് ഞാൻ ശരിക്കും. ഒരു എന്താ പറയാ, ചോദ്യം കൂടി ചോദിച്ചോട്ടെ? ആ സാറിനെ പോലെ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അവർക്ക് പലപ്പോഴും ആ ജോലിയുടെ ഒരു സ്ട്രെസ്സോ കാരണം എനിക്കിത് പഠിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾക്ക് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, എനിക്കിത് എന്താ പറയാ, ഞാൻ തന്നെ, സാറ് പറഞ്ഞില്ലായിരുന്നു, വേണമെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമുക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ പറയാം, എനിക്ക് സമയം കിട്ടിയില്ല, എനിക്ക് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു, നമുക്ക് പല കാരണങ്ങൾ പറയാൻ പറ്റും. പക്ഷെ നമുക്ക് ചെയ്യണം എന്ന് നമുക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും. പിന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമത് ഈ ഫീൽഡിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ട്. അപ്പൊ ഈ സ്ട്രെസ് എല്ലാം കൂടി അതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ഇത്രയും ഇതൊക്കെ ചെയ്യുന്നത്. കാരണം മറ്റുള്ള പല ആൾക്കാരും ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും നമുക്ക് ഡിസ്റ്റർബ് ചെയ്യും. ഡിസ്റ്റർബ് എന്ന് പറഞ്ഞാൽ വന്ന് നോക്കിയിരിക്കുക, എന്തെങ്കിലും സംസാരിക്കുക, മൈൻഡൊക്കെ മാറും. പിന്നെ ഞാൻ ചിലപ്പോൾ എല്ലാം മടക്കി വെച്ചിട്ട് ഞാൻ പോകും. ചിലപ്പോൾ അത് പിന്നെ തൊടില്ല, അത് അങ്ങനെ തന്നെ വെച്ചിരിക്കും. ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, ഞാനും എന്തെങ്കിലും ഹെഡ്ഫോണൊക്കെ വെച്ച് പാട്ടും കേട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവരെന്തേ പറയുന്നത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ അതും ഇവിടെയുള്ള അത്രയും വലിയ ആൾക്കാർ ആരെങ്കിലൊക്കെ വന്ന് പറയുമ്പോൾ മാത്രം ചെവി ഓർക്കല്ലാതെ, അല്ലാതെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഒരാള് നമ്മളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ ചെയ്യാറുന്ന അവര് ഭയങ്കര ഇതായിരിക്കും. അവര് വിചാരിക്കും ഇവന് ഭയങ്കര ഇതാണ്, അങ്ങനെയാണെന്ന്, അങ്ങനത്തെ ചില തിങ്കിങ് ഉള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ആ ഒരു ചെറിയൊരു ഇഷ്യൂസ് ഇവിടെ ഉണ്ട്. വേറെ ഞാൻ പറഞ്ഞില്ല, ചെയ്യണം എന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഞാന് എന്താ പറയാ, നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാല് ലൈറ്റ് ഒന്നും ഇട്ട് ഒരുപാട് നേരം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനിനി ഒരു ഇത് മേടിച്ചു, എന്താ പറയാ, ഒരു റിംഗ് ലൈറ്റ് ഉണ്ടല്ലോ, ഉം. ഇതൊരെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് മേടിച്ചിട്ട് പിന്നെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ചെയ്യാതെ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് ശേഷമാണ് എനിക്ക് ഇത്രയും ഇതിനോട് ഒരു ഭയങ്കര ക്രൈസ് ആയിട്ട് വന്നു. ആദ്യമൊക്കെ വരയ്ക്കുന്ന പറഞ്ഞാൽ ചുമ്മാ വല്ലപ്പോഴും ഒന്ന് എന്തെങ്കിലും കണ്ടു എന്ന് വരച്ച് അങ്ങനെ ടൈം പാസ് ചെയ്യുന്ന ഞാൻ ഇതിലേക്ക് ശരിക്കും, സത്യം പറഞ്ഞാൽ എന്റെ വൈഫ് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നോട്, നിങ്ങൾക്ക് ശരിക്കും പ്രാന്തായാണ്. കാരണം ഞാൻ മാക്സിമം ഈ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പലപ്പോഴും അവളോട് തന്നെ ഈ കാര്യം സംസാരിക്കാറ്. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഒരുപാട് നല്ല ഒരു ഇതുണ്ടായിട്ടുണ്ട്. അപ്പൊ എന്നോട് വൈഫ് തന്നെ പറയാറുണ്ട്, നിങ്ങൾക്ക് ശരിക്കും ഇതങ്ങ് തലയ്ക്ക് പിടിച്ചു എന്നാണ്. ഇനിയും സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു മാസ്റ്റർ പീസ് ആർട്ടൊക്കെ ചെയ്യണം. ഒന്നാമത് വലിയൊരു ഇതിലൊന്നും ചെയ്യാനുള്ള ഒരു ഇത് എനിക്ക് ഇവിടെ ഇല്ല. അത്ര ഇവിടുന്ന് മാക്സിമം എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു A3 വരെ അതെനിക്ക് ക്യാരി ചെയ്യാം. പക്ഷെ അതിന് കൂടുതൽ എനിക്ക് ക്യാരി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിലാണെങ്കിൽ നമ്മൾ ലീവിന് പോയി കഴിഞ്ഞാൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം വീട്ടില് നമ്മള് വല്ലപ്പോഴും വീട്ടിൽ പോകുമ്പോ പിന്നെ ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ട്. നെക്സ്റ്റ് 1 ഇയർ ഗോൾ എന്താ ആർട്ടില്? എനിക്ക് എന്റെ ഗോൾ എന്ന് പറഞ്ഞാല്, എനിക്ക് അതേപോലെ ഒരു പേരുള്ള ഒരു സാറിനെ പോലെ ഒന്നും ആവില്ല, എന്നാലും അത്യാവശ്യം അറിയുന്ന രീതിയിൽ ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നുള്ള ആ ഒരു ഇതുണ്ട്, എന്റെ ഒരു ആഗ്രഹമുണ്ട്. അതിനെനിക്ക് നല്ലൊരു മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ഒക്കെ ചെയ്യണമെന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാറിന്റെ ഒരു സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരു കിരൺ എന്ന് പറഞ്ഞ ഒരു കോഴിക്കോടുള്ള കിരണിന്റെ അവിടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. ആ എക്സിബിഷന് ഞാൻ പോയായിരുന്നു. മ്യൂറലിന്റെ ഒരു ആർട്ട് എക്സിബിഷൻ ആയിരുന്നു. പറഞ്ഞാൽ കിരണിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. കാരണം നമ്മുടെ ഇതിലുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടില്ല. അപ്പൊ കിരണ് അങ്ങനെ അവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ നാട്ടിലുള്ള സമയത്ത് ഞാൻ പിന്നെ അതാണ് കിരണിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് പോയത്. പിന്നെ ആ ഒരു സമയത്ത് പോയപ്പം അത് ആർട്ട് വർക്കും കൂടി അവിടുന്ന് കണ്ടു. മ്യൂറലൊക്കെ ചെയ്ത് കണ്ടപ്പോ പിന്നെ ആളെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. സാറിന്റെ ഒരു സ്റ്റുഡന്റിനെ നേരിട്ട് കണ്ട ആ ഒരു സന്തോഷം. പിന്നെ ഓൾമോസ്റ്റ് ക്ലാസ് എല്ലാം നല്ല, സമയം കിട്ടാത്തൊരു ഇഷ്യൂ എനിക്കുണ്ട്. അവരെ കുഴപ്പമില്ല സാറേ, വേറെ എല്ലാം അടിപൊളിയാണ്. പിന്നെ ഒരുപാട് നല്ല സ്റ്റുഡൻസിന് വന്ന സാറിനും താങ്ക്സ്. യെസ്, താങ്ക് യു. അപ്പോ പിന്നെ ഒന്നാമത്തെ കാര്യം, എക്സിബിഷൻ ആണ് പ്ലാൻ എങ്കിൽ ഇപ്പം മുതൽ അത് പ്ലാൻ ചെയ്ത് തുടങ്ങിക്കോ.
ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിൽ ക്യാരി ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും വലിയ പേപ്പർ A3-ലാണെങ്കിൽ ആ A3 കുറച്ചധികം ആർട്ട് വർക്കുകളൊന്നും നേരത്തെ പ്ലാൻ ചെയ്തു എക്സിബിഷന് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കിൽ കുറെ ആർട്ട് ഉം വർക്കുകൾ ഉം. ചെയ്തു വെക്കുകയാണെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും നമുക്കൊരു എക്സിബിഷനിലോട്ട് കടക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇപ്പോഴേ അത് മൈൻഡിൽ വെച്ചിട്ട് പ്ലാൻ ചെയ്തോ, എന്നെക്കാളും നല്ല ആർട്ടിസ്റ്റ് ആവാനായിട്ട് സാധിക്കട്ടെ എന്തായാലും. അത്രയൊന്നും ആയില്ലെങ്കിലും ഒരു ചെറിയ എന്താ പറയാ പേര് ആ ഒരു ചെറുതായിട്ടൊന്ന് അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായി മാറണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇല്ല, പിന്നെ ഒരു തീർച്ചയായിട്ടും നമുക്ക് ഉം, പറ്റും. എനിക്ക് കണക്ഷനുള്ള ഒരുപാട് പേരുണ്ട്. DGP ആയിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നീട് റിട്ടയർ ചെയ്ത് പിന്നീട് ആർട്ടിലോട്ട് വന്ന് എക്സിബിഷൻ ചെയ്ത് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മളായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോൾ ശരിക്കും തീർച്ചയായിട്ടും നമുക്ക് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നമ്മളൊരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒപ്പം നമ്മുടെ ഒരു ആർട്ടിസ്റ്റും കൂടി ആകുമ്പോൾ ആ മേഖലയിലുള്ളവർ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എക്സിബിഷൻ നടത്തി എന്ന് പറയുമ്പോൾ അതിന്റെ ന്യൂസ് വാല്യൂ കുറച്ച് ബിഗ് ആണ്. എന്നോട് ചോദിച്ചായിരുന്നു. ഇപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഞാൻ ലിങ്ക് ഞാൻ അയച്ചു തരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷെ പുള്ളി കർണാടകയുള്ളതാണ്. അവർക്ക് സ്ലാങ് ഒരു വിഷയമാവോ ഇംഗ്ലീഷിൽ? ഇംഗ്ലീഷിൽ കോഴ്സ് വരുന്നത് ഞാൻ അറിയിക്കാം പതിയെ. ഒരു ഓ വർഷമൊക്കെ എടുക്കും. ശരി. ഓക്കെ ഓക്കെ. പുള്ളി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മലയാളമാണ്. ഞാൻ പറഞ്ഞ ലിങ്ക് ഞാൻ അയച്ചു തരുന്നുണ്ട് എന്നാണ്. അപ്പം കുഴപ്പമില്ല. അപ്പൊ എന്നോട് ചോദിച്ചു ഇംഗ്ലീഷ്. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ ഉണ്ടോന്ന് അറിയില്ല. ഞാൻ എന്തെങ്കിലും അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു. പിന്നെ പിന്നെ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. പക്ഷെ വീഡിയോസ് ഒന്നും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എന്നാലും ചെറിയ രീതിയിൽ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സന്തോഷം സാറേ. കഴിഞ്ഞ 5-ാം തീയതി ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു. അന്ന് ഒന്നും നടന്നില്ല. അന്നത് മിസ്സായി. അന്ന് അൺഫോർച്ചുനേറ്റ്ലി അത് മിസ്സായി പോയി. അത് സത്യം പറഞ്ഞാല് എന്താ പറയാ, അന്ന് ആ ക്ലാസ് സാറിന് അന്ന് ടൈമില്ലെന്ന് പറഞ്ഞിട്ട് എന്തോ കാണിച്ചൊരു മെസ്സേജ് വന്നു. അങ്ങനെ ഞാൻ അന്ന് സാറിന് മെസ്സേജ് വന്നപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ശരിക്കും ആക്ച്വലി ഓക്കെ ആയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. വളരെ സന്തോഷം. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാല് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇതിന് കുറച്ച് മുമ്പാണ് വന്നത്. ഞാൻ മിസ്സായി പോകുന്ന വിചാരിച്ചായിരുന്നു. എന്നാലും കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സർ. യെസ്, ഒരുപാട് സന്തോഷം. എന്തായാലും ഡ്രീംസും ഓക്കെ എല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. എക്സിബിഷൻ ചെയ്യാൻ സാധിക്കട്ടെ. എക്സിബിഷൻ വരുമ്പോൾ എന്നെ വിളിക്കണം. ഓക്കെ. താങ്ക് യു സർ. ഓക്കെ. ഗുഡ് നൈറ്റ് സർ. ഓക്കെ.